ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു തബാറക വ തആല ലിഅഹ്വനി അഹ്ലി നാരി അദാബൻ. അല്ലാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും ലഘുവായ ശിക്ഷ നൽകപ്പെട്ട ഒരു അടിമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ലൗ കാനത് ലക ദുനിയ വമാ ഫീഹ. നിനക്ക് ഇപ്പൊ സ്വന്തമായിട്ട് ദുനിയാവിലുള്ളത് മുഴുവൻ, ദുനിയാവും അതിലുള്ളത് മുഴുവൻ നിന്റേതാണെന്ന് നീ കരുതുക. നിനക്കാണെങ്കിൽ അകുൻത മുഫ്തദിയൻ ബിഹ, അത് മൊത്തം നീ ചെലവഴിച്ചിട്ട് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ തെരഞ്ഞെടുക്കോ? ആ ഒരു തീരുമാനം നീ എടുക്കോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആളോട് ചോദിക്കുക. അപ്പൊ മനസ്സിലാകണ ആളെ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. നീ തെരഞ്ഞെടുക്കോ എന്ന് ചോദിക്കുമ്പോ ആളെന്താ ഉത്തരം പറയാ? നഅം, എല്ലാം ഞാൻ കൊടുക്കും. എന്തിനു വേണ്ടി? ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളോട് തിരിച്ചു പറയും, ഖദ് അറദ്തു മിൻക അഹ്വന മിൻ ഹാദ. ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനേക്കാളും നിസ്സാരമായ ഒന്നാണ്. വ അൻത ഫീ സുൽബി ആദം, നീ ആദം അലൈഹിസ്സലാമിന്റെ നട്ടലിലായിരിക്കെ. അല്ലാ തുശ്രിക വലാ ഉദ്ഖിലക അന്നാർ, നീ എന്നോട് പങ്ക് ചേർക്കരുത്. അങ്ങനെ നീ പങ്ക് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ നരകത്തിൽ പ്രവേശിപ്പിക്കൂല. ഇതാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫഅബൈത ഇല്ല ശിർക്ക്, നീ ശിർക്ക് ചെയ്യാനല്ലാതെ വേറൊന്നും തെരഞ്ഞെടുത്തില്ല. നീ ശിർക്ക് ചെയ്തു എന്നർത്ഥം. അപ്പൊ ഇതും തെളിയിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവര് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ്.